എഴുതിയിട്ടുണ്ട്, SRC F19 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. എൻ്റെ കൂടെ അതൊക്കെയാണ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. താഴെയുള്ള ആഴം കണ്ടോ, ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ്. എനിക്കിനി പോകാനുള്ളത് ഒരു 300 മീറ്ററും കൂടെയാണ്. ശ്രീലങ്കയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് കാൻഡി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഈ കാൻഡി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് എല എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം രാവിലെ സമയം 7 മണിയായി. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് അതിൻ്റെ മുകളിലായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ വെക്കേറ്റ് ചെയ്ത് രാവിലെ ഇറങ്ങി. നമുക്ക് ഇവിടുന്ന് 8 മണിക്കാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 7 മണിക്ക് ഇറങ്ങി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ട്രെയിൻ ജേണിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീലങ്കയിലെ എൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 5ാമത്തെ ദിവസമായ ഇന്ന് കാൻഡിയോട് ഞാൻ ബൈ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് എല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇവിടുന്ന് ഒരു 6-7 മണിക്കൂർ ഏകദേശം ട്രെയിൻ ജേണി ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്കാണ് ഈ കാൻഡി ടു എല പോകുന്ന വഴിക്കാണ് നുവാര എലിയ എന്ന് പറയുന്ന സ്ഥലം. അതും ഒരു മെയിൻ പോയിൻ്റാണ്. പക്ഷെ നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ ടീ പ്ലാന്റേഷനും അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോഴുള്ള പോലെ ഫുള്ള് ടീ പ്ലാന്റേഷൻ്റെ ഒരു ഏരിയയാണ്. അവിടെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ടീ പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് സ്ഥിരം കാണുന്നൊരു സംഭവം ആയതുകൊണ്ട് അത് നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യുന്നു. ഡയറക്റ്റ് നമ്മൾ എല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. സ്കൂളിൽ പോണ കുട്ടികളുടെ മൊത്തം തിരക്കാണ്. സ്കൂളിൻ്റെ ടൈമല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഫുഡ് എന്തെങ്കിലും ജസ്റ്റ് സ്നാക്സ് കഴിച്ചിട്ട് പോവാം. കാരണം രാവിലെ 7 മണിയായിട്ട് എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് എന്തെങ്കിലും ചെറിയ രീതിക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കയറാം. ട്രെയിനിലൊക്കെ ഫുഡ് അവൈലബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇന്നലെ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് വന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് നടന്ന ആ സൈഡിലോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടി പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ കൂടുതലും ഇതുപോലെ ബന്നൊക്കെ ഒരുപാട് ഷോപ്പുകളിൽ ഞാൻ കണ്ട് ബൺ അവൈലബിൾ ആണ്. നമുക്ക് ചായയും ബന്നും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം. ഓക്കെ, ഞാനങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ജസ്റ്റ് ചായയും ബന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് വയറിതാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും രാവിലെയും കഴിക്കുന്നത് ചോറും റൈസും കറിയും തന്നെയാണ് രാവിലെയും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കാൻഡി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ്. ഇതെല്ലാം നമ്മൾ ഇന്നലെ വന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ കാൻഡി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. എല്ലാ ദിവസവും കാൻഡി ടു എല ട്രെയിൻ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ വ്യാഴാഴ്ചയോ പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ചയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാൻഡി ടു എല ഒഡീസി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ട്രെയിൻ ജസ്റ്റ് പോകുന്ന പോലെ എല്ലാ ദിവസവും ഡയറക്റ്റ് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എല ഒഡീസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണുള്ളത്. ടൂറിസ്റ്റ് പർപ്പസ് ആയിട്ടാണ് കൂടുതലും. അപ്പം അതിന് കൂടുതൽ സ്റ്റോപ്പുകളാണ്. ഇത് കണക്ക് മെയിനായിട്ടുള്ള സീനറിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, സീനറിക് ആയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ വാട്ടർഫോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് സ്പെഷ്യൽ സ്റ്റോപ്പ് ഉണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് സ്പെഷ്യൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സ്പെഷ്യൽ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വ്യാഴാഴ്ചയാണ്, 22-ാം തീയതിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എല ഒഡീസി എന്ന് പറയുന്ന ട്രെയിനിൽ കയറിയിട്ട് നേരെ എലയിലോട്ട് പോകാം. ഇതാണ് കാൻഡി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കാൻഡിലോട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ യൂസ് ചെയ്ത് വരാം. മെയിനായിട്ടുള്ള ടൗണുകൾ കണക്ട് ചെയ്തുകൊണ്ട് ട്രെയിൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാനിങ്ങോട്ട് വന്നത് ബസ്സിലാണ്. അപ്പം നിങ്ങൾക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിലാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇതാണ് കാൻഡി റെയിൽവേ സ്റ്റേഷൻ. ടൗണിന് തൊട്ടടുത്തായിട്ടാണ്. ജസ്റ്റ് 1.5 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ടൗണിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം. ഇപ്പോൾ സമയം അയക്കുന്നത് 7:34. നമുക്ക് 8:10 ഇവിടുന്ന് ട്രെയിൻ എന്നാണ് പറഞ്ഞത്. 8:10 8:13 ട്രെയിൻ എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് ഞാനങ്ങനെ പ്ലാറ്റ്ഫോമിനകത്ത് കയറി, റെയിൽവേ സ്റ്റേഷനകത്ത് കയറി. ഇവിടെ 5 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. കണ്ടില്ല ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് ഈ ഒരു ഭാഗത്തെ. അപ്പം നമുക്ക് ട്രെയിൻ വരുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. അടിപൊളിയല്ലേ. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ട്രെയിനിൽ പോകാനുള്ള പ്ലാനിലാണ് ഞാൻ വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും കറക്റ്റ് അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതാണ് ശ്രീലങ്ക എന്ന് വന്നു കഴിഞ്ഞാൽ. കാരണം എല്ലാ ടൈമും 15 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഓരോ സ്റ്റേഷനിൽ നിന്ന് അടുത്തൊരു സ്റ്റേഷനിലോട്ട് എപ്പോഴും ട്രെയിൻ അവൈലബിൾ ആണ്, അല്ല ബസ് അവൈലബിൾ ആണ്. ട്രെയിൻ അതുപോലെ എപ്പോഴും അവൈലബിൾ അല്ല. രാവിലെ 2 ഉച്ചയ്ക്ക് 2 അങ്ങനത്തെ ഒരു ടൈം ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളത് കറക്റ്റ് നോക്കി നിന്നാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബസ്സിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. അതും ഈ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്.
അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ആൾക്കാരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും ഇവിടെ വെയിറ്റ് ചെയ്യാം. 7:30 ആയിട്ടുള്ളൂ. ട്രെയിൻ വരുന്നത് 8:25 ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞത്. 8:25 ഇവിടുന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇനി ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട്. ഗൈസ്, നമുക്കങ്ങനെയുള്ള ട്രെയിൻ വന്ന് ഇത് കണ്ടില്ലേ, ഫുള്ള് ഇത് കണ്ടോ, ഫുൾ ആൾക്കാർ, ഫുള്ള് ഫോറിനേഴ്സാണ് ഇതിനകത്തുള്ളത്. ബാക്കി ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് വളരെ കുറവാണ്. അല്ലേ, ഫുള്ള് റിസർവേഷനാണ്. ഇതിനകത്ത് ജനറൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് 3 ടൈപ്പ് സീറ്റിംഗ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് 2+2 AC സീറ്റിംഗ് ആണ് വരുന്നത്. 7,000 ശ്രീലങ്കൻ റുപ്പീസാണ് വരുന്നത്. പിന്നെ ഇതാണ് AC എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് AC ഉണ്ട്, തേർഡ് AC ഉണ്ട്. സെക്കൻഡ് AC വരുമ്പോൾ 2+2 സീറ്റിംഗ് ആണ് വരുന്നത്. നോൺ AC ആണ് വരുന്നത്. 5,000 ശ്രീലങ്കൻ റുപ്പീസാണ്. പിന്നെ തേർഡ് ക്ലാസ് വരുമ്പോഴത്തേക്ക് 3+2 സീറ്റിംഗ് ആണ് വരുന്നത്. നോൺ AC ആണ്. 4,000 ശ്രീലങ്കൻ റുപ്പീസാണ് വരുന്നത്. ഞാൻ എടുത്തേക്കുന്നത് 2+2 സീറ്റിംഗ് ഉള്ള സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പം F19 എന്നുള്ളതാണ് എൻ്റെ ടിക്കറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ കമ്പാർട്ട്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ആൽഫബറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ F19 നോക്കി നമുക്ക് പോയി ഇരിക്കാം. ഇതിനകത്ത് എനിക്ക് വന്ന ടിക്കറ്റ് 5,000 + 250 സർവീസ് ചാർജും കൂടെ ആയിട്ട് 5,250 രൂപ ശ്രീലങ്കൻ റുപ്പീസാണ് എനിക്ക് ആയത്. അപ്പോൾ ഇതാണ് F19 എന്ന് പറഞ്ഞാൽ, കണ്ടില്ലേ, ടിക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ട് SRC F19 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് F കമ്പാർട്ട്മെൻറ്റ്. ഇതിനകത്ത് 19 വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഇതെന്തായാലും ഇതിനകത്ത് കയറി നോക്കാം കേട്ടോ. ഇത് നോൺ AC കമ്പാർട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ 19 അവിടെയാണ് നമുക്ക് സീറ്റിംഗ് വരുന്നത്. ഇത് ഫുള്ളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ ടിക്കറ്റ് എടുത്തിരിക്കണം. ഓൺലൈനായിട്ട് അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ഓൺലൈനായിട്ട് അതിനുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സീറ്റിംഗ്. ഈ ഒരു ട്രെയിൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്. എൻ്റെ സീറ്റിംഗ് ആ സീറ്റ് ഇപ്പുറത്താണ്. ഇത് 2+2 സീറ്റിംഗ് തന്നെയാണ്. മേളിൽ ലഗേജ് വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ട്രെയിനുകൾ ഫുള്ള് ഇലക്ട്രിഫൈഡ് അല്ല, എല്ലാം ഡീസൽ എഞ്ചിൻ അങ്ങാണ്ട് വരുന്നുണ്ട്. ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ വരുന്നതാണ്. അപ്പോൾ ഈ ട്രെയിനും കണ്ടില്ല, ഇതാണ് LAODC എന്ന് പറയുന്ന സ്പെഷ്യൽ ട്രെയിൻ. ഇത് തേഴ്സ്ഡേയും സാറ്റർഡേയും മാത്രം റൺ ചെയ്യുന്ന ട്രെയിനാണ്. കൂടുതലും ഫോറിനേഴ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അതല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റാണ്. നല്ല ടോയ്ലറ്റ് ഏരിയ ഒക്കെ കണ്ടോ, കുഴപ്പമില്ല, നല്ല വൃത്തിയൊക്കെ ഉള്ള ടോയ്ലറ്റ്. നമ്മളെ ഇന്ത്യൻ ട്രെയിനിനേക്കാളൊക്കെ വൃത്തിയൊക്കെ ഉണ്ട്. ഇല്ല, നമ്മളെ ഇന്ത്യയിലെ ട്രെയിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല അടിപൊളി ട്രെയിനുകളാണ്. കാരണം ഞാനിപ്പോൾ അവസാനമായിട്ട് പോയ ട്രിപ്പുകളിലെല്ലാം ട്രെയിന് നല്ല വൃത്തിയായിരുന്നു. ടോയ്ലറ്റിനൊക്കെ നല്ല നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ജനറൽ അല്ല ഞാൻ പറയുന്നത്, സ്ലീപ്പറും അതേപോലെ തന്നെ AC ഒക്കെ ഉണ്ടല്ലോ. സ്ലീപ്പറൊക്കെ ഫുൾ ടൈം അവർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്കും വലിയ രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പ് കാശ്മീർ പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് മാത്രമല്ല, ടോയ്ലറ്റും അവർ ഒരു ദിവസം 2 തവണയായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലും വിളിച്ച് ക്ലീൻ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ബെസ്റ്റാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ട്രാവൽ ചെയ്യുന്നവർക്ക് ട്രെയിൻ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. TTR ആണെന്ന് തോന്നുന്നത് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതിനകത്ത് കയറി വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാണ് നമുക്ക് സീറ്റ്. നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കണ്ടില്ല, ബാക്കിലത്തെ സീറ്റിലൊന്നും ആരും ഇല്ല. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ടിക്കറ്റ് ചെക്കറാണ് പോകുന്നത്. ടിക്കറ്റ് ചെക്കർ വന്ന് ടിക്കറ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് ഒരുപാട് പേര് സ്റ്റേഷനിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. ഫോണിൽ കാണിച്ചു, ബാക്കി എല്ലാവരും ടിക്കറ്റ് സ്റ്റേഷനിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ട്രെയിൻ കണ്ടില്ല, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇതിന് വരുന്നത് 9 സ്റ്റോപ്പുകളെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് 9 മെയിൻ സ്റ്റോപ്പുകൾ, അതായത് ടൂറിസ്റ്റ് സ്റ്റോപ്പുകളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം നോർമൽ സ്റ്റോപ്പുകളാണ്. അപ്പോൾ കണ്ടില്ലേ ട്രെയിൻ യാത്ര. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു സോളോ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു പുള്ളിക്കാരിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രാവൽ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും സോളോ വന്നതാണ്. അപ്പം ബാക്കിയുള്ളവരെല്ലാം 2-3 ആൾക്കാരൊക്കെ ആയിട്ട് വന്നത്. ഞങ്ങൾ രണ്ടുപേരും സോളോ വന്നത്. അപ്പോൾ കണ്ട് ട്രെയിനിൻ്റെ കാഴ്ചകളുണ്ട്. ഈ സൈഡിലെ വിൻഡോസൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷേ എൻ്റെ നല്ല കാലത്തിന് ഞാൻ വന്നിരുന്ന സീറ്റിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു പീസ് വന്നത് കാരണം ജനൽ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തും ആയിപ്പോൾ ഈ ഒരു നടുക്ക് ഈ ഒരു സാധനം വന്ന കാരണം ഒന്നും കാണാൻ പറ്റാണ്ടായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, എന്നാലും അടിപൊളിയായിരിക്കും. നമുക്ക് മെയിൻ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടത് BC ട്രെയിൻ പോണ കണ്ടില്ലേ. നമ്മൾ എടുത്തിട്ട് ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ചെറിയ ട്രെയിനാണ്, കണ്ടില്ലേ, വലിയ ലെങ്തൊന്നുമില്ല, ചെറിയൊരു ട്രെയിനാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, അടിപൊളിയില്ലേ കാണാൻ.
നമ്മളിപ്പോൾ ഒരു വളവിൽ കൂടെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ ഇതിലെ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് കാണിച്ചു തരാം. അല്ല, ഇതാണ് തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് വരുന്നത്. 3+2 സീറ്റിംഗ് ആണ്. ഇവിടെ 3 സീറ്റിംഗ്, ഇവിടെ 2 സീറ്റിംഗ്. ഇതാണ് തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് വരുന്നത്. ആള് ഫുള്ളായിട്ടില്ല, കാരണം ഇനി ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കയറിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. കണ്ടില്ലേ, ഇതാണ് ഫസ്റ്റ് ക്ലാസ് സീറ്റിംഗ് വരുന്നത്. AC കമ്പാർട്ട്മെന്റ് ആണ്. കണ്ടില്ലേ, 2+2 ആണ്. കണ്ട കുഷൻഡ് സീറ്റൊക്കെയാണ്. കണ്ടില്ലേ, അടിപൊളി കമ്പാർട്ട്മെന്റ് ആണ്. ഫുൾ AC ആണ്. ഇതിനകത്ത് എന്തോ TV ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പം ഒക്യുപ്പൈഡ് അല്ല, 1-2 സീറ്റ് മാത്രമേ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കാലിയാണ്. ഞാൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാൻട്രി കാർ കൂടെ ഉണ്ട്. പാട്ടൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങാം കേട്ടോ. ബന്ന് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സാൻഡ്വിച്ച്, ബന്ന്, കേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാട്ടിനുള്ളിലൂടെയാണ്. അതിൻ്റെ സിംഗിൾ ട്രാക്കാണ്. ഇവിടെ ആകെ ഒറ്റ ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. സിംഗിൾ ട്രാക്കിൽ കൂടെയാണ് ഈ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു വലിയൊരു കാടിനുള്ളിലൂടെ ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ കണ്ടിട്ട് നമ്മളൊരു ടണലിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഫുൾ ഇരുടാണ്. നമ്മൾ ടണലിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയിൽ ഇവിടുന്ന് വരുമ്പോൾ കാണുന്ന വ്യൂ സൂപ്പറായിരിക്കും. കണ്ടോ, താഴെ കണ്ടില്ലേ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ടണലിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാം. താഴെയൊക്കെ കണ്ടില്ലേ. മലകഴിച്ച് ഫുള്ള് പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ടീ പ്ലാന്റേഷനുകളാണ്. നമ്മൾ മൂന്നാർ സൈഡിൽ കൂടെയൊക്കെ ട്രെയിൻ പോയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ ആ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ സൈഡിൽ കൂടെ ട്രെയിനിൽ പോയത് ഇതുപോലെ ആയിരിക്കും. അതിൻ്റെ വ്യൂസൊക്കെ കാണാനായിട്ട് നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആകുമ്പോൾ ചെറിയ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഫുള്ള് മലനിരകൾ നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ പ്ലാന്റേഷനാണ്. അങ്ങ് ദൂരെ കാണുന്ന അതൊന്നും പ്ലാന്റേഷനുകളല്ല, അതൊക്കെ വലിയ വലിയ ഹില്ലുകളാണ്. നമ്മളൊരു ഹില്ലി ഏരിയയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ക്യാൻസർ ഹില്ലി ഏരിയയാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മലനിരകളുടെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല വിൻഡുണ്ട്. അതുകൊണ്ട് തന്നെ വോയിസ് നല്ല രീതിക്ക് ബ്രേക്ക് ആവും. ഇതുപോലത്തെ നല്ല പിക്ചറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ട്രെയിൻ സ്ലോ ചെയ്ത് തരും. അല്ലേ, ഇതുപോലത്തെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻ സ്ലോ ചെയ്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഭംഗിയാ നോക്കി. ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റേഷനുകളിലല്ല ഇത് നിർത്തിയാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇതിലിപ്പോഴും നമ്മൾ ആ ഒരു ക്യാൻറ്റീനിൽ കയറി അത്ര ആൾക്കാരേ ഉള്ളൂ. ഇടയ്ക്കൊന്നും വേറെ ആരും കയറിയില്ല. പക്ഷേ ഇതെല്ലാം ഫുള്ള് റിസർവേഷൻ ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ക്ലാസ്സിൽ ആകെ 3 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷേ ഇത് ഇപ്പോഴും ഫുള്ള് വേക്കൻ്റ് ആണ്. അല്ല, ഞാൻ നേരത്തെ ഇപ്പുറത്തായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറി ഇവിടെ വന്നിരുന്നു. കാരണം വിൻഡോ ഉള്ള ഭാഗം നോക്കി വന്നിട്ടില്ല. ഇതുവരെ ആൾ കയറിയില്ല. ഇനി പോകപ്പോൾ ആൾ കയറുമെന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോപ്പിലൊക്കെ നിർത്തി പിന്നെ ചില നല്ല സീൻ വരുന്ന ഭാഗത്തെല്ലാം ട്രെയിൻ സ്ലോ ചെയ്ത് നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ടൈമൊക്കെ തന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇപ്പോൾ സമയം 10:30 അപ്പം ട്രെയിനകത്ത് തന്നെ ഫുഡ് നമുക്കുണ്ട്. ഫുഡുണ്ട്. അപ്പോൾ ഫുഡ് 12:30 ആകുമ്പോൾ ഫുഡ് കൊണ്ടുവരും. പിന്നെ ഈ ട്രെയിനിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ട്രെയിൻ പോലെ ഫുഡ്, സ്നാക്സ്, ഡ്രിങ്ക്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പോരാതെ ഇതിനകത്ത് സ്മോക്കിംഗ് അലൗഡ് ആണ്. ചെയ്യുന്നവർക്ക് സ്മോക്കിംഗ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ബിയർ അലൗഡ് ആണ്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വെണ്ടർമാർ ബിയർ കൊണ്ടുവരും. ഈ പുള്ളിക്കാരനൊക്കെ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുക. ബിയർ പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒരാൾ കാണിച്ചിട്ട് ഇവിടുത്തെ കാണിച്ച് അവിടെ പോയി ഇടിച്ച് വേണം. ഒരു ടീ പ്ലാന്റേഷൻ്റെ നടുക്കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇവിടെ ഫുള്ള് കണ്ടോ ടീ പ്ലാന്റേഷനാണ്. കേട്ടോ, അടിപൊളിയല്ലേ. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു വാട്ടർഫോളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ നിൽക്കാൻ പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ നിന്നാലും ആ ഒരു വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൽ ലെഫ്റ്റ് സൈഡിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് വിചാരിക്കുക. കാരണം കൂടുതലും വ്യൂസ്
ലെഫ്റ്റ് സൈഡിലാണ്. ഈ ട്രെയിനിൽ സജസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണ്. കാരണം നമ്മൾ മാപ്പിൽ അല്ല ഗൂഗിളിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ പറയും ലെഫ്റ്റ് സൈഡ് സീറ്റ് കിട്ടുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. എന്തോ ഞങ്ങൾക്ക് ലക്കില്ല, റൈറ്റ് സൈഡിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇനി ഒരു വാട്ടർഫാളിലോട്ടാണ് ഇത് പോകുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഫുഡ് കൊണ്ടുവരുന്ന ആ ചേട്ടനാണ് പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾ കാണാൻ പോകും. അവിടെ കണ്ട ഒരു വാട്ടർഫോൾ ഉണ്ടാവും. അതിന് താഴെ എല്ലാവരും കൊണ്ടെടുത്തിരിക്കുന്നത് താഴെ വാട്ടർഫോൾ. ട്രെയിൻ പോകുന്നുണ്ടോ? സത്യം ഉറഞ്ഞെഴുതിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് നാനു ഓയ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു ഒരു ടീ പ്ലാന്റേഷനൊക്കെ ഉള്ള ഒരു ഏരിയ, ന്യൂവാര ഏലിയ എന്ന് പറയുന്ന സ്ഥലം ഇതിനടുത്തായിട്ടാണ്. ന്യൂവാര ഏലിയയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ നാനു ഓയ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ടാക്സിയോ ഓട്ടോയോ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇതൊരു ടീ പ്ലാന്റേഷൻ അങ്ങനത്തെ ഒരു ഏരിയയാണ്, ഹിൽ സൈഡ് ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പേര് കയറി, ബാക്കി കാലിയായിട്ട് കിടന്ന ഫുൾ സീറ്റും ആൾക്കാരായി കണ്ടില്ലേ. ഇവിടെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിടും, ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് ആ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. രണ്ട് ആൾക്കാരാണ്. അപ്പോൾ ന്യൂവാര ഏലിയ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാൻഡി ടു ഏലിയ ഈ ഒരു ഇതിൻ്റെ നടുക്കായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത ഒരു 4.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടൊരു 4.5 മണിക്കൂറുണ്ട് നമ്മൾ ഏല എത്താനായിട്ട്. ഇവിടെ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിടും കേട്ടോ, ഒരു 5-10 മിനിറ്റ് ഇവിടെ ട്രെയിൻ നിർത്തിയിടും. 12:45 നമ്മുടെ ഫുഡ് വന്നു. വയറ് വിശക്കുന്ന ഒരു പരുവായിരുന്നപ്പോഴത്തേക്കാണ് ഫുഡ് വന്നത്. ഇതുമാണ് ഈ സ്റ്റേഷനിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഏകദേശം 15 മിനിറ്റ് അരമണിക്കൂർ ആവാറായി. നമ്മൾ ഫുഡ് വന്ന് വെജ് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞിരുന്നത്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അത്യാവശ്യം അടിപൊളിയാണെന്ന് തോന്നുന്നു. ഞാൻ വെജ് ഫ്രൈഡ് റൈസ് ഇവിടുത്തെ കഴിച്ചതാണ്. ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു സ്പൂണുണ്ട്. എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് മുട്ട പൊരിച്ച് വെച്ചേക്കുവാന്ന് തോന്നുന്നുണ്ട്. എഗ് പൊരിച്ച് ചെയ്യുന്നു. ഇത് എന്തോ സലാഡ് ഐറ്റം. ഈ സാധനം എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടാഞ്ഞൊരു സാധനം. ഇതിനെന്തോ ഒരു ഫ്ലേവർ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇത് പിടിക്കുന്നില്ല. ബാക്കി വെജ് റൈസാണ്. വെജ് റൈസിനകത്ത് ഒരു എഗ് പീസ് മാത്രമാണുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈവനിങ് ഫുഡ് എന്ന് പറയുന്നത്. അല്ല, ഈവനിങ് അല്ല, ആഫ്റ്റർനൂൺ ലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് സലാഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം. ഞാൻ ഇതിന് മുന്നേ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് നോക്കുക. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഓക്കെ, ഇത് വെജ് ഫ്രൈഡ് റൈസ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു എഗ്ഗിൻ്റെ പീസ് മാത്രമേ ഇട്ടുള്ളൂ. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചിക്കൻ മാത്രം വാങ്ങിക്കും. വെജാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണത്തില്ല. ജസ്റ്റ് റൈസും സലാഡും മാത്രമായിട്ട് വരും. അങ്ങനല്ല, പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരു ദിവസം 2 ദിവസം മുന്നേ ഈ സെയിം മീല് ഡംബുള്ളെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കോസ്റ്റ് ആയിട്ടില്ല, പക്ഷെ ഇത് സെയിം ടേസ്റ്റ് തന്നെ. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കഴിഞ്ഞാണോ ഈ സാധനം വേണ്ട. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ കണ്ടില്ലേ ഇവിടെ വാട്ടർഫോളുണ്ട്. അല്ലേ ഫുള്ള് നമ്മൾ മലയാള ടോപ്പ് വശത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൈഡിലൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ ആ ലേക്കിൻ്റെ ഭാഗത്ത് നിർത്തിയതാണ്. നോക്കി ഇവിടെ നിർത്തിയിട്ടേ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അടിപൊളിയാണല്ലേ. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അവിടെ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന ലേക്ക് എന്തോ ആണ്. ഇവിടെയൊക്കെ ഇതെല്ലാം പ്ലാന്റേഷനുകളൊക്കെ, എന്തൊക്കെയോ കൃഷികളൊക്കെയാണ് ഈ സൈഡിൽ പോകുന്ന വഴിക്ക്. നമ്മളിനി കുറേയൊക്കെ കാണാൻ പോകുന്നത് കൃഷികളൊക്കെയാണ് ഈ സൈഡിൽ കാണാൻ പോകുന്നത്. ഇത്ര നേരം ടീ പ്ലാന്റേഷൻ അല്ലായിരുന്നോ? ടീയുടെ അതൊക്കെ കഴിഞ്ഞെന്ന് തോന്നി. ഇനി ഇങ്ങോട്ടല്ല ഇതുപോലത്തെ കുറേ ക്യാബേജോ കോളിഫ്ലവറോ അങ്ങനത്തെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ, ഇവിടെ ഒരുപാട് പ്ലാന്റേഷനുകളൊക്കെ ഉണ്ട്. ഈ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയുടെ ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽ ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് മുന്നേ പട്ടിപ്പോള എന്ന് പറയുന്നൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പാറ്റിപ്പോള അങ്ങനെ എന്ത് വേണം പറയാം. പട്ടിപ്പോള എന്ന് പറയുന്നൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതാണ് ശ്രീലങ്കയിലെ ഏറ്റവും ഹയസ്റ്റ് ആൽറ്റിറ്റ്യൂഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നതും ശ്രീലങ്കയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലൂടെയുള്ള ഒരു ട്രാക്കാണ്. കണ്ടില്ലേ, ഇവിടെ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ കയറി തുടങ്ങി. എല്ലാവരും ജാക്കറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല കോൾഡ് ആയിട്ടുള്ള വിൻഡൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, പുറത്തെ കാഴ്ചകളുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊക്കത്തിലാന്ന് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മളൊരു ടണലിലോട്ട് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുണ്ടോ, ഫുള്ള് മലകൾ കണ്ടില്ലേ.
നല്ല തണുത്ത ക്ലൈമറ്റുള്ള ഈ ട്രെയിൻ നിർത്തിയിട്ടേക്കുന്ന സ്ഥലം കണ്ടോ ഞാൻ കാണിച്ചു തരാവേ. ഒരു മല മുകളിലാണ് ഇവിടെ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടേക്കുക. അല്ലേ എൻ്റെ കൂടെ അതൊക്കെയാണ് അവിടെ ഇട്ടതുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇപ്പം എടുക്കാനുള്ള ടൈം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നിന്ന് എടുത്ത് ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ എത്താറായപ്പോഴത്തേക്ക് വൈകിട്ട് സ്ഥിരമുള്ള പോലെ ഒന്ന് മഴ പെയ്തു തുടങ്ങി. ചെറിയ ചാറ്റേ ഉള്ളൂ, ചെറിയ ചാറ്റുണ്ട്, മഴ പെയ്തു തുടങ്ങി. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലാൻഡ് സ്ലൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കോൺക്രീറ്റിങ്ങിൻ്റെ പരിപാടി, അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സംഭവം ഉണ്ടായിരുന്നത്. ഉണ്ടല്ലേ മഴ ചാറി പെയ്യുന്നുണ്ടോ. നമ്മൾ എല്ലാ എത്താറായി, എല്ലാ സ്റ്റേഷൻ എത്താറായി. ഈ ട്രെയിൻ ഇല വരെ അല്ല ഉള്ളത്, അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഡിമോ അങ്ങനെ എന്തോ സ്ഥലം തൊട്ട് അങ്ങോട്ടുള്ള വീണ്ടും കുറച്ച് സ്റ്റേഷനും കൂടെ ഉണ്ട്. അപ്പം ഇതിനകത്തുള്ള ഭൂരിഭാഗം പേരും ഇലയിൽ ഇറങ്ങാനുള്ളവരാണ്. നമുക്ക് ഇലയിൽ ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. രണ്ടില്ലേ മഴയൊക്കെ ചാറി പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പുറത്തെ വശത്ത് കാണിച്ചു സൈഡ് കണ്ടോ മഴ ചാറി പെയ്യുന്നുണ്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുക. ട്രെയിൻ പോകുന്ന വഴിയുണ്ടോ ഗൈസ്? നടവഴിയുടെ അടുത്തൂടെയൊക്കെയാണ് പോകുന്നത്. നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ നടന്നു പോകുന്ന വഴിയുടെ അടുത്തൂടെയൊക്കെയാണ് പോകുന്നത്. ഒരു ബ്രിഡ്ജിൽ കയറി താഴെയുള്ള ആഴം കണ്ടോ. നടന്നു പോകുന്ന വഴി കൂടെ ട്രെയിൻ ഓടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വിയറ്റ്നാമിലൊക്കെ ട്രെയിൻ പോകുന്ന പോലെ കണ്ടോ. സൈഡിൽ കൂടെ നടക്കാനുള്ള നടപ്പാതയാണ്, നടപ്പാതയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവിടെയുള്ള വില്ലേജസിൻ്റെ നടപ്പാതയാണ്, നടന്നു പോകുന്ന വഴിയാണ്. അതിനടുത്തൂടെ തന്നെയാണ് ട്രെയിനും പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടിനും കൂടെ ഒരു വഴി തന്നെയാണ് തോന്നുന്നത്. മഴ പെയ്ത് പെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഇല എത്തുമ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാലാവസ്ഥയൊക്കെ നല്ല ഡാർക്കായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ സമയം 4 മണി ആവാറായി, 3:45 കഴിഞ്ഞു. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഈ ട്രെയിൻ എത്തുന്ന വേണം. നമ്മൾ സ്ലോ ചെയ്ത് സ്റ്റോപ്പൊക്കെ എടുത്ത് പോകുന്ന പോലെ ഇരിക്കും അങ്ങ് എത്തുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ. എങ്കിലും ഒരു 4-4:30 ആകുമ്പോൾ നമ്മൾ എത്തും. ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മളങ്ങനെ എല്ലാ സ്റ്റേഷനും എത്തി. അയ്യോ ഓക്കെ ഷുവർ യാ ഓഫ് കോഴ്സ് യാ ഓക്കെ. നമ്മളിത് വീണ്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെന്ന് പറയാം. കണ്ടില്ല ഇവിടെ തന്നെ ഇറങ്ങാനുള്ള എല്ലാവരും അവിടെ കണ്ടോ കോട ഇറങ്ങി കിടക്കുന്നുണ്ടോ. നല്ല അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇയാരെയും കൂടെ ഇറങ്ങി വരാനുണ്ട്. ഇയാരെയും എൻ്റെ റൂട്ടിലോട്ടാണ്. അപ്പം ഇതാണ് ഈ ഒരു ട്രെയിൻ ജേണി എന്നുള്ളത്. അടിപൊളിയല്ലായിരുന്നു, ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റേയുടെ അടുത്തോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ട്രെയിൻ ഇറങ്ങി ഹോം സ്റ്റേയുടെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ 450 മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഹോസ്റ്റലിലോട്ട് എത്താൻ വേണ്ടി. കണ്ടില്ല ഇവിടെ ഒരുപാട് കഫേയും ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. റെൻ്റൽ ബൈക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് കഫേസ് ഉണ്ട്, ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ ഒരുപാടുണ്ട്, ഹോസ്റ്റലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിനി പോകാനുള്ളത് ഒരു 300 മീറ്ററും കൂടെയാണ്. ജസ്റ്റ് 2 ടേൺ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്റ്റലെത്തും. ഇന്ന് ഏതാണ്ട് 7 മണിക്കൂറത്തെ ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കണം, ക്ഷീണമുണ്ട്. എങ്കിലും പറ്റുമോ നോക്കാം. നമുക്ക് വൈകിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ള ഇതിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഇപ്പം തന്നെ ചെറിയ മഴയുടെ ചാൻസും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നമ്മുടെ സ്റ്റേയുടെ അടുത്തെത്താറായി. ഇനി കുറച്ച് ദൂരങ്ങളുള്ളൂ. ഈ കയറ്റം കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്താണ്. അപ്പോൾ കിയാര അതുവഴി സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി. ഞാൻ ഇവിടുന്ന് ഒരു റൈറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് പുള്ളിക്കാരത്തിയുടെ റൂം എടുത്തേക്കുന്ന കുറച്ച് അപ്പുറത്തോട്ടാണ്. നമ്മൾ എത്താറായി. ഇനി ഈ കയറ്റം കയറി ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തി. ട്രെയിനിലിരുന്ന് ഒരു പരുവായി. വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. 7 മണിക്കൂറായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നെറ്റ് യൂസ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ. ആകെ ഇവിടുത്തെ സിം ചാർജ് ചെയ്യുന്ന കാരണം കുറച്ച് നെറ്റേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് കളയാനും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ക്യാൻറ്റീന്ന് ഇല വരെയുള്ള ഈ ഒരു ട്രെയിൻ ജേണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കയറ്റം കയറിയിട്ട് വയ്യ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ എല്ലാ കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതിലേക്കും ബൈ.